ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. ഞാൻ ഇന്നിവിടെ പുതിയൊരു ഡിഷാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഡിഷാണ്. എരിവൊക്കെ കുറച്ചാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികളെല്ലാം ഇത് ഇഷ്ടപ്പെടുന്നതാണ്, ഹെൽത്തി ആയിട്ടുള്ളതാണ്, കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ ഡിഷ്. ഈ ഒരു വിഴുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ക്യാരറ്റ്, ഒരു പഴുത്ത മുളക്, 3 ചെറിയ സവാള, ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് വെളുത്തുള്ളി, ഇത്രയുമാണ്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെയാണ് എല്ലാം കട്ട് ചെയ്ത് എടുക്കാനുള്ളത്. ഇനി ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത മുളക് ഇട്ട് കൊടുക്കാം. ഇത് എരിവില്ലാത്ത വലിയ മുളകാണ്. ചെറിയ എരി മാത്രമേ ഈ മുളകിനുള്ളൂ. ഇതൊന്ന് വാട്ടിക്കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കാം. ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവാൻ പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് വേവുണ്ട്, അത് കുറച്ച് സമയം വേവിക്കാം. ഇടയ്ക്ക് ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി വെന്ത് വരുന്നുണ്ട്. ഉരുളക്കിഴങ്ങായതുകൊണ്ട് വേവുണ്ട്. ഇത്തിരി സമയം കൂടി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു മുളകാണ് ചേർത്തത്, എരിവില്ലാത്തത്. കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് എരിവില്ലാത്ത മുളക് ചേർത്തത്. ഉരുളക്കിഴങ്ങ് വിഴുക്ക് റെഡിയായി. എരിവ് വേണമെങ്കിൽ ഒരു നുള്ള് കുരുമുളക് പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ നല്ല ഒരു വിഴുക്കാണ്. ഹെൽത്തി ആയിട്ടുള്ളതാണ്, കുട്ടികൾ ഇഷ്ടപ്പെടുന്നതാണ് ഈ വിഴുക്ക്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.